ഹലോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സൺഡേ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ക്ലാസ് ഉണ്ടെന്ന് അറിഞ്ഞ് അറിഞ്ഞ പാടന്നെ ബുക്കും ബാഗും എവിടെ നിന്നൊക്കെ തപ്പിയെടുത്ത്, കാരണം ഒരു ഞായറാഴ്ച ക്ലാസ്സിന് പോയാൽ പിറ്റേന്ന് ഞായറാഴ്ച ഞാൻ ബുക്ക് എടുത്ത് നോക്കുള്ളൂ, അതാണല്ലോ സ്വഭാവം. അപ്പോൾ ബുക്കൊക്കെ തപ്പിപ്പിടിച്ച് ക്ലാസ്സിലെത്തിയ സമയത്ത് സാറെത്തിയില്ലേന്ന്. ക്ലാസ്സിലാണെങ്കിൽ ഫ്രണ്ട്സുകളെല്ലാം നല്ല ചർച്ചയാണ്. അസൈൻമെൻറ്റ് എഴുതിയോ, അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ആയോ എന്നുള്ളതൊക്കെ അത് കേട്ടപ്പോൾ തന്നെ ടെൻഷനായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഹാഫ് ഡേ ക്ലാസ്സും കഴിഞ്ഞ് നേരെ എന്തെങ്കിലും ലഞ്ച് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങുകയാണ്. അപ്പോഴൊരു ചെറിയൊരു ചാറ്റൽ മഴ കണ്ട്, അപ്പം തന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് കുട കയ്യിലുള്ളതുകൊണ്ട് അതെടുത്ത് കൈ പിടിച്ചിരുന്ന് അങ്ങനെ പുറത്തങ്ങോട്ട് ഇറങ്ങിയതും പെരും മഴ, നല്ല കാറ്റും മഴയും, തണുത്ത് വിറച്ച് ഒരു വിധത്തിലാണ് അവിടെ എത്തി. നടക്കാൻ വയ്യ, തണുത്തിട്ട് അമ്മാതിരി മഴയും തണുപ്പ് കിട്ടും. അങ്ങനെ നേരെ പോയി ചൂടോടെ എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ വിചാരിച്ചത് ഒരു പഫ്സും അതുപോലെ ഒരു പോളയും വാങ്ങി കഴിച്ച്, കാരണം പിന്നെ മഴയാണല്ലോ, ഒരു ചായയും കുടിച്ച് അതിനുശേഷം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന സമയത്ത് ഇന്ന് രാത്രി നമുക്ക് വിരുന്നാണ്. നമ്മളെ കല്യാണം കഴിഞ്ഞ് ചെക്കനെയും പെണ്ണിനെയും വിരുന്ന് വിളിക്കണമല്ലോ. അപ്പോൾ എന്തായാലും വലിയ അമ്മായിൻ്റെ വീട്ടിൽ തന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങോട്ട് വിളിച്ചതാണ്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് ആയി നടന്നുകൊണ്ടിരിക്കുന്നത് ഫുള്ള് കേട്ടോ. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ട്, കുട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്, ബട്ടർ ചിക്കൻ ഉണ്ടായിരുന്നു, അതുപോലെ പായസം, ബീഫ് വരട്ടിയത്, പിന്നെ ചിക്കൻ ഫ്രൈ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മൾ നോർമലായിട്ട് ഒരു ചെറുമാതിരി വിരുന്നാക്കി കഴിക്കാൻ ഉദ്ദേശിച്ചതാണ്. അപ്പോൾ അങ്ങനെ അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബട്ടർ ചിക്കൻ ഓൾമോസ്റ്റ് ഇവിടെ സെറ്റായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനെല്ലാം അതിലോട്ട് ഇട്ട് പായസത്തിലോട്ട് നമ്മൾ കുറച്ച് സാബുനേരി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ സാബുനേരി എന്നാണ് പറയൽ. അപ്പോൾ നിങ്ങളവിടെ എന്താണ് അതിന് പറയുന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ സാബുനേരിയൊക്കെ ഇട്ട് നമ്മൾ പായസത്തിൻ്റെ അതിൽ കുറച്ച് തിളപ്പിക്കാൻ വെച്ച് ആ സമയത്ത് താത്ത ബിരിയാണിക്കുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിരുന്നു. അങ്ങനെ നമ്മൾ ബട്ടർ ചിക്കൻ ഫൈനൽ സ്റ്റെപ്പിലോട്ടെത്തി, എല്ലാം സെറ്റായി. നമ്മൾ ഫ്രഷ് ക്രീം ഒഴിച്ച് ലാസ്റ്റ് സ്റ്റൗ ഓഫ് ചെയ്ത് നമ്മൾ പായസം ഇവിടെ സെറ്റായി. അങ്ങനെ പായസം ഓഫ് ചെയ്ത്, പിന്നെ അതുപോലെ ഇന്ന് അബാൻ്റെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു. അപ്പോൾ അവന് JCB ഒരു ഗിഫ്റ്റ് കിട്ടി. അപ്പോൾ അതായിട്ട് കളിക്കുകയാണ്. കാക്ക വന്നപ്പോൾ കേക്ക് കൊടുന്നിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് അതും കഴിച്ച് അതിന് ശേഷം നമ്മളെ വിരുന്നുകാരൊക്കെ അവർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം നമ്മളെല്ലാവരും ഇരുന്ന് വർത്താനം പറഞ്ഞ്, അമ്മോനുണ്ടായിരുന്നു, അതുപോലെ അമ്മായി ഉണ്ടായിരുന്നു, ഫിനു, ഷാനു, അതുപോലെ കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളുണ്ടാക്കിയ ഫുഡാണിത്. ഇതാണ് നമ്മളെ മട്ടൻ ബിരിയാണി. മട്ടൻ ബിരിയാണി ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ച് അവരും ഭക്ഷണം കഴിച്ച് അതിന് ശേഷം കുറച്ച് നേരം ഇരുന്ന് എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മളൊരു ചെറിയ സൺഡേ വ്ളോഗ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം.